ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ആണ് ഗൈസ് കാണാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഒരുപാട് ഫെയർ പേഴ്സൺ ഒന്നും അല്ല, ഫെയർ ആയിട്ടുള്ള ആളല്ല, ഒരു മീഡിയം ആയിട്ടുള്ള സ്കിൻ ടോൺ തന്നെയാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ആ ഒരു കോലത്തിൽ നിന്ന് തമ്മനയിൽ കണ്ട ആ ഒരു കോലത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഈ ഒരു സ്കിൻ്റെ ടോൺ ഒരു മാറ്റം, അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. ലൈക്ക് ഞാൻ എന്തൊക്കെയാണ് ബേസിക്കലി ചെയ്തത്, ലൈക്ക് ആ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോണൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ ചെയ്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സ്കൂളിൽ ഞാനൊരു 8th-ലും 9th-ലൊക്കെ പഠിക്കുന്ന പിക്ചേഴ്സാണ് കേട്ടോ ഇത് 8th ആണ്, ആൻഡ് ഇത് 9th ആണ്, 10th ആണ്, പിന്നെന്താണ് +1 +2 ആ ഒരു ടൈം, പിന്നെ കോളേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രാജുവലി ആണ് എൻ്റെ സ്കിൻ ടോൺ ഒന്ന് മാറി മാറി വരുന്നത്, പെട്ടെന്ന് അല്ല കേട്ടോ. ഗ്രാജുവലി ഇറ്റ്സ് ബീൻ പെയ്യെ മാറ്റി ഒക്കെ വരുന്നു. അതിന് ഞാനും കുറച്ച് പണികൾ എടുത്തിട്ടുണ്ട്, അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ. ഇത് പഠിക്കുന്ന സമയത്ത് ലൈക്ക് ഒരു 8ലും 9ലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല കേട്ടോ. ആ സമയത്തൊന്നും ബ്യൂട്ടി കോൺഷ്യസേ അല്ല. നമുക്ക് ഈ PT പീരീഡ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ കരാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വെയിലത്ത് നല്ലപോലെ കരിഞ്ഞ് ഉണങ്ങി, ശരിക്കും ടാനിങ് എന്താണെന്നൊന്നും ആ സമയത്തൊന്നും എനിക്കറിയത്തില്ല. എത്രത്തോളം വെയിലുള്ളവ അത്രത്തോളം വെയിൽ കൊണ്ടിട്ടുണ്ട്, നല്ല രീതിക്ക് ടാൻ വന്നിട്ടുണ്ട് ആ സമയത്ത്. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നോ അങ്ങനെ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലാത്തൊരു ടൈമാണ്. പിന്നെ ആ ഒരു ടൈമിൽ അറിയാലോ, പിള്ളേരൊക്കെ ആയിട്ടൊക്കെ നല്ല രീതിക്ക് വെയിലത്ത്, ഇപ്പോൾ PT പീരീഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷട്ടിൽ അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ലൈക്ക് അതിലൊന്നും കോൺഷ്യസ് അല്ലായിരുന്നു, അതുകൊണ്ട് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എപ്പോഴാണ് എനിക്ക് കുറച്ച് നല്ല രീതിക്ക് ടാനിങ് വന്നു, എന്താ പറയുക, നമ്മുടെ ആൾക്കാരിങ്ങനെ ചോദിക്കാൻ തുടങ്ങില്ലേ, നീ ഒരുപാടങ്ങ് ഇരുണ്ട് പോയല്ലോ, ഒരുപാടങ്ങ് ഇതായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ആവുമല്ലോ ഇതെന്താ സംഭവം ഇങ്ങനെ അങ്ങനത്തെ ഒരു ടൈമൊക്കെ ആയെന്ന് വെച്ചാൽ ലൈക്ക് ഓക്കെ, ബ്യൂട്ടി കോൺഷ്യസ് ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10th ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവധിയൊക്കെ ആവുണ്ടല്ലോ, ഒരു ലോങ് ഹോളിഡേയ്സ് ആണ് 10th ഒക്കെ കഴിയുമ്പോൾ. ആ സമയത്ത് കുറച്ചും കൂടെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ലൈക്ക് ഇങ്ങനല്ലായിരുന്നു ഞാൻ പണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലേക്ക് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒറിജിനൽ ടോൺ ആയിരിക്കുമല്ലോ, പിന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ വെയിലത്തോടി അങ്ങനെയൊക്കെ കരിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള രീതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഇങ്ങനെ സ്കിന്നിന് പ്രോബ്ലംസ് വന്നതെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. ഈ 8th-ലും 9th-ലൊക്കെ ഒരുപാട് ടാനിങ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ ഓരോരുത്തരില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിൽ ഈ വലിയ വലിയ ആളുകൾ പറയും, ഈ ആൻറ്റിമാർ പോലത്തെയൊക്കെ പറയും, ഈ ക്രീം ഇട്ടാൽ നല്ലതാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചുമ്മാ ഓരോ ക്രീമൊക്കെ ചുമ്മാ അങ്ങ് തരും. എന്ന് പറഞ്ഞാൽ ഇത് തേച്ച് നോക്ക് നല്ലതാ, ഞാൻ തേക്കുന്നത് വെളുക്കും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ എടുത്തടി ഓക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുക. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ ഞാൻ ആ ഒരു പ്രായത്തിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഡവിൻ്റെ ഒരു ക്രീം ഉണ്ടായിരുന്നു, ഒരു പിങ്ക് കളർ. അയ്യോ, അത് ആരാന്ന് എനിക്കറിയാൻ പാടില്ല, ആരോ ഒരു പുള്ളിക്കാരി പറഞ്ഞതാണ്. ലൈക്ക് അതൊക്കെ ഇട്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇട്ട് എൻ്റെ കണ്ടീഷൻ അത് ഒന്നും കൂടെ പന്നലാക്കിയായിരുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു ടോൺ ഇരുണ്ടിരുന്ന ഒരു 10 ഇരട്ടി ഇരുണ്ട് ആക്കി, അപ്പോൾ ഇരുട്ടാക്കിയ പോലെ തോന്നും. ലൈക്ക് ഭയങ്കര കറുപ്പിച്ച് നമ്മളെ ടാനാക്കിയ പോലെ തോന്നും ആ ക്രീമൊക്കെ ഇട്ടപ്പോൾ. അങ്ങനെ കുറേ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ബേസിക്കായിട്ട് കുറച്ച് അബദ്ധങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളത് 8th-ലും 9th-ലും. ഓക്കെ, 10th ഒക്കെ കഴിഞ്ഞ് അവധിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ കിടക്കുന്ന ആകെ അറിയാവുന്ന ഒരു സാധനമാണ് കടലമാവും തൈര്. അപ്പോൾ ഇത് രണ്ടും സത്യം പറഞ്ഞൊരു ഫേസ് പാക്കും ബോഡി പാക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്യേണ്ട ഞാൻ എന്തെന്ന് വെച്ചാൽ എന്നും യൂസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എന്താ പറയുക, തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ ഇടാൻ തുടങ്ങി. ഇങ്ങനത്തെ ഈ 2 സാധനം മാത്രം മുഖത്തും കയ്യിലും ഒക്കെ എവിടെയൊക്കെ ടാനിങ് കൊണ്ട് ഇടാൻ തുടങ്ങി. ഗ്രാജുവലി നല്ലപോലെ വ്യത്യാസം വരാൻ തുടങ്ങി. ലൈക്ക് ഇതൊക്കെ എൻ്റെ ടാൻ ആയിരുന്നു, ഇതൊന്നും ഒറിജിനൽ ആയിട്ടുള്ളൊരു കളറല്ല എന്നുള്ളൊരു രീതി വരെ അത്രയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും ഒരുപാട് മാറ്റം സംഭവിച്ച ഏതൊരു പാക്കാന്ന് ചോദിച്ചാൽ തൈരും ഇത് ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ നീര്, ഇത് രണ്ടും കൂടെ
ചുമ്മാ ഞാൻ എന്നും തേക്കാൻ തുടങ്ങി. ലൈക്ക് എവിടൊക്കെ ടാനിങ് ഉണ്ടോ അവിടൊക്കെ തേക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹ്യൂജ് ഡിഫറൻസ് ആയിരുന്നു അത് രണ്ടും. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഒരു +1 +2 ചെയ്തുകൊണ്ടിരുന്ന സാധനം. +1 +2 ഒക്കെ ആയപ്പോൾ ഗ്രാജുവലി ടോൺ മാറി തുടങ്ങി, നല്ല കുറച്ച് ഒറിജിനൽ ടോണ് വരാൻ തുടങ്ങി. അങ്ങനെ പിന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലൈക്ക് ഇപ്പം എൻ്റെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നത്. അത് നികത്താനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്തത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കോളേജിലൊക്കെ ഇനീഷ്യൽ സമയത്തൊക്കെ ചേർന്ന സമയത്തൊന്നും ഈ സ്കിൻ കെയർ എന്താണ്, മോയ്സ്ചറൈസർ എന്താണ്, സീറം എന്താണ്, സൺസ്ക്രീൻ എന്താണ്, യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നമ്മൾ സ്കിന്നിന് കെയർ കൊടുക്കണം എന്നുള്ളൊരു സാധനം തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 1 ഇയർ ഒക്കെ ആയപ്പോൾ തന്നെയാണ് എനിക്കൊരു ഐഡിയ തന്നെ കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയാണ് പ്രോപ്പർ വേ ഓഫ് സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഇപ്പോൾ എൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വന്നതെന്ന് വെച്ചാൽ, സ്കിൻ കെയർ ഞാൻ കുറച്ച് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഒരു പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ റെമഡീസ് ഇതേപോലെയൊക്കെ യൂസ് ചെയ്തു. അതായിരുന്നു ടാനിങ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഒറിജിനൽ ടോണിലോട്ട് വരാനായിട്ട് സഹായിച്ചത്. പിന്നെ കോളേജിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ചെയ്തൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്കിൻ കെയറിനകത്ത് കുറച്ച് ഫോക്കസ് കൊടുത്തു. ലൈക്ക് എന്താ പറയുക, ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഫെയർ ആകുന്ന പ്രോഡക്ട്സ് അല്ല യൂസ് ചെയ്തത്, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു 50-50 പരിപാടിയാണ്. ലൈക്ക് ഇപ്പോൾ ഒരു 50 പരിപാടി നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്കിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, അതേ ഒരു 50 പരിപാടി എന്ത് ചെയ്തു, സ്കിൻ കെയറിൽ കൊടുത്തു. ഇപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ട് അത് ഞാൻ കുറയ്ക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പായിട്ട് എൻ്റെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ ചെയ്തു, മോയ്സ്ചറൈസർ ഇൻക്ലൂഡ് ചെയ്തു, സൺസ്ക്രീൻ ഇൻക്ലൂഡ് ചെയ്തു, സീറം ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, ബേസിക്കായിട്ട് ഈ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ ഇതൊരു വഴിക്കൂടെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് ഈ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു സ്കിൻ ടോൺ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാണ്ട് വേറെ ആർട്ടിഫിഷ്യലി ആയിട്ട് വെളുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്ട്സും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ലൈക്ക് എന്താ പറയുക, സ്കിൻ ലൈറ്റനിങ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ സീറംസോ അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് അങ്ങനെ റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വേ ഓഫ് രീതിയിൽ നമ്മുടെ പ്രോബ്ലംസ് നമ്മൾ കുറച്ച് തുടങ്ങിയാൽ, ലൈക്ക് ടാനിങ്ങും ആക്നിയും ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തുടങ്ങിയാൽ, പിന്നെ അതിനൊപ്പം തന്നെ ഗ്രാജുവലി നമ്മൾ എന്തോ ചെയ്യണം, ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ പ്രോബ്ലംസും നേരെയാവും, അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും. ഭയങ്കര ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പം വരെയും ഞാൻ കൊണ്ടുപോകുന്നത്. ലൈക്ക് ഇപ്പോൾ വരെ ഞാൻ കൊണ്ടുപോകുന്നത് നാച്ചുറൽ ഹോം റെമഡീസ് വിത്ത് സ്കിൻ കെയർ. ഇതാണ് എൻ്റെ പരിപാടി എന്ന്. സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത പ്രോഡക്റ്റ്സ് നിങ്ങളിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു സീറം യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വൈറ്റമിൻ സി സീറം യൂസ് ചെയ്തായിരുന്നു. ബട്ട് റിസൾട്ടൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ്, ബട്ട് ഒരു ബിഗിനറിന് വൈറ്റമിൻ സി സീറം നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ റിസർച്ച് ഞാൻ തന്നെ സ്വയം ഓരോന്നൊക്കെ കണ്ടുപിടിച്ച്, ഹൈലറോണിക് ആസിഡ് നമ്മുടെ മുഖത്ത് ഡ്രൈനെസ് മാറ്റാനും മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി കൂട്ടാനൊക്കെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ച് മെജോറിറ്റി ഹൈലറോണിക് ആസിഡ് നിറഞ്ഞ സീറമാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു കഫേൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് ഒരു സീറമുണ്ട്, അത് ഇനിഷ്യൽ സ്റ്റേജ് യൂസ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ പിൽഗ്രിമിൻ്റെ ആണ്. ഓക്കെ, പ്രോഡക്റ്റ്സ് ഇതാണ്. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോൾ സിമ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അതിന് മുന്നേ ഡെർമാക്കോൻ്റെ ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. പിന്നെ സൺസ്ക്രീൻ എനിക്ക് അങ്ങനെ സ്പെസിഫിക് സൺസ്ക്രീൻ ഇല്ല, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്കിന്നിന് കുറച്ചും കൂടെ നല്ലൊരു ഡൂയി ഫിനിഷൊക്കെ കിട്ടുന്നത് ഈ അക്വലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ പ്രോഡക്ട്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ ഫുൾ ടാനിങ് ബോഡി മൊത്തത്തിൽ മാറ്റുന്ന രീതിയിലുള്ള ലൈക്ക് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്തിട്ടുമില്ല. അതേപോലെ തന്നെ ഒരുപാട് ലൈറ്റനിങ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പ്രോബ്ലംസ് എന്താണ് അത് ഇതേപോലത്തുള്ള നാച്ചുറൽ റെമഡി കൊണ്ട്
ട്രീറ്റ് ചെയ്തു. ലൈക്ക് ശരി ഇതൊക്കെയാണ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പീറ്റഡ് ഞാനതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് നിങ്ങളുടെ ടാനിങ്ങും ഇങ്ങനത്തെ പ്രോബ്ലംസ് മാറണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു നാച്ചുറൽ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുക. ലൈക്ക് ഞാനിപ്പോൾ എൻ്റെ ടോപ്പ് മോസ്റ്റ് ലിസ്റ്റിൽ നിൽക്കുന്നത് കടലമാവും തൈരും, രണ്ടാമത്തെയാണ് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസും തൈരും. ഇത് രണ്ടുപേരും ഞാൻ ലൈക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ തേച്ച് തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ടാനിങ് മാറിയത്. ഇനി ഒരുപാട് ആക്നിയുടെയൊക്കെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്ക് ഒരുപാട് ആക്നി ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വേണമെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാം ലൈക്ക് ആക്നിയും മാറ്റാനായിട്ട്. സോ ഐ തോട്ട് അത് കുറച്ചും കൂടെ ഒന്ന് കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ഇത്രത്തോളം നടന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നാച്ചുറൽ ആയിട്ടുള്ള ഇതേപോലെ ഫേസ് പാക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാറുണ്ട്, അതിനനുസരിച്ചുള്ള സ്കിൻ കെയറും ചെയ്യാറുണ്ട്. അല്ലാതെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഗ്രാജുവലി ആണ് എൻ്റെ ഒരു ടോണ് മാറിയതും, ലൈക്ക് എൻ്റെ ഒരു പ്രോബ്ലം, ഈ ഒരു ടാനിങ് മാറി എൻ്റെ ഒരു ഒറിജിനൽ ടോണിലോട്ട് എത്തുന്നത് ഇത് ചെയ്തിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല ഗൈസ്. ഓക്കെ, ഞാനിത് എടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫെയർ ആകുന്ന ഒരു സ്കിൻ പെട്ടെന്ന് സഡൻലി ഞാൻ ഇങ്ങനെയാണ് ഇരുന്നത്, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ഞാൻ ഫെയർ ആയി എന്ന് ഇങ്ങനെ കാണിക്കുമെന്നെങ്കിൽ, ലൈക്ക് അത് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകാം, ആർട്ടിഫിഷ്യലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ടാകാം. പെട്ടെന്നൊന്നും ഒരാൾ അങ്ങനെ പെട്ടെന്ന് വെളുക്കില്ല, വെളുക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡൊക്കെ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമുക്ക് ആർട്ടിഫിഷ്യലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ടോൺ മാറ്റാം, പക്ഷെ ഗ്രാജുവലി പെയ്യെ നമ്മുടെ സ്കിൻ ടോണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനൊന്നും ഒരു കേടുപാടും വരാണ്ട് സെറ്റപ്പാക്കി നമുക്ക് വെക്കണമെങ്കിൽ ഇതേപോലത്തെ പരിപാടിയൊക്കെ ചെയ്താലേ നമ്മൾ അവസാനം വരെയൊക്കെ നല്ലപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പം നിങ്ങൾ ഫോക്കസ് ചെയ്യണ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ആദ്യമേ കണ്ടുപിടിക്കണം. നിങ്ങൾ ടാനിങ് ആണോ, നിങ്ങൾക്ക് ആക്നി ആണോ, നിങ്ങൾക്ക് ലൈക്ക് എന്തെങ്കിലും ക്രീം യൂസ് ചെയ്ത് വന്ന പ്രോബ്ലംസ് ആണോ, അതിനെക്കുറിച്ച് ആദ്യം ഒരു ഐഡിയ കിട്ടിയിട്ട് ലൈക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതേപോലെ ഹോം റെമഡീസും ഹോം പാക്കിൽ ഫോക്കസ് ചെയ്യുക ആദ്യമേ. അത് എന്നും റിപ്പീറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് അവസാനം നിങ്ങളുടെ പ്രോബ്ലംസ് മാറും. അത് മാറിയിട്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ സ്കിൻ കെയറും രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഈ സ്കിൻ കെയർ ബാലൻസ് ആവും, ഇതും നമ്മൾ ചെയ്തു പോകുമ്പോഴത്തേന് രണ്ടും കൂടെ സെറ്റപ്പായി നമ്മുടെ സ്കിന്ന് ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കും ഗൈസ്. അതാണ് ഫൈനലായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അല്ലാത്ത ഷോർട്ട് കട്ടായിട്ട് വേറെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല കേട്ടോ, ഒന്നും എനിക്കറിയത്തില്ല. ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, കാരണം ഇതെൻ്റെ സ്റ്റോറിയാണ്, എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോം ചെയ്ത് എൻ്റെ ഒരു പരിപാടിയാണിത്. അപ്പോൾ ഓക്കെ ഗായ്സ്, മാക്സിമം ഒരു പ്രോഡക്ട്സ് ഓരോരുത്തർ പറയുന്നത് ഞങ്ങൾ ഫെയർ ആകുന്നുണ്ട് എന്ന് പറയുന്നത്, അതിൽ ഒന്നുമില്ല ഗൈസ്, അതിലൊന്നുമില്ല. അപ്പോൾ അത് മാക്സിമം വാങ്ങിക്കാതിരിക്കുക. ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കുക. ലൈക്ക് ഫോക്കസ് ഓൺ ദിസ് നാച്ചുറൽ തിങ്, അതേപോലെ തന്നെ സ്കിൻ കെയർ, ഇത് രണ്ടും കൂടെ സെറ്റപ്പായിട്ട് ഒരുമിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതൊരു ഹെൽത്തി വേയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അതുകൊണ്ടാണ് കുറേ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ കാണാറില്ലേ, ലൈക്ക് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് തേച്ചത്, ഇങ്ങനത്തെ ക്രീമൊക്കെയാണ് തേച്ചതെന്ന്. അതൊക്കെ വെറുതെയാണ് കേട്ടോ. സോ നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക, എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഓരോരുത്തർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, നാച്ചുറലായിട്ട് ഇതേപോലത്തെ ഹോം റെമഡീസ് വെച്ചിട്ട് നിങ്ങളെ ടാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതേപോലെ തന്നെ സ്കിൻ കെയറും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക, ലൈക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഒന്ന് കുറഞ്ഞാലും പണി കിട്ടും, ഒന്ന് കൂടിയാലും പണി കിട്ടും. ഓക്കെ, അതുകൊണ്ട് രണ്ടും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബേസിക്കായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ബിക്കോസ് ഇത് എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിരുന്നു ഗൈസ്. ഓക്കെ, ഐ ഹോപ്പ് ഇത് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് ഹെൽപ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. ഇനി ആക്നെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അതും ഒരു വീഡിയോ ഞാൻ ഇടാം. ബിക്കോസ് എനിക്ക് ഒരുപാട് ആക്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതെങ്ങനെയാണ് മാറ്റിയത് അത് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഗൈസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കയറും. അപ്പോൾ ബൈ ഗൈസ്, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.